ഉള്ളൂ. ഞാൻ പറയുന്നത് VV പ്രകാശിന് അവിടെ 30,000 മേലത്തെ വോട്ട് സ്വന്തമായി എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവാണ്. ആ കപ്പാസിറ്റി അദ്ദേഹം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. 99 സീറ്റിലേക്ക് ഇടതുപക്ഷം ജയിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ 76,000 വോട്ട് പിടിച്ച ആളാണ് VV പ്രകാശ്. ആ VV പ്രകാശിന്റെ വീട്ടിൽ നിന്ന് ആർക്ക് പോകാൻ പറ്റിയിട്ടില്ല? ആ VV പ്രകാശിന്റെ വീട്ടിൽ നിന്ന് ഷൗക്കത്തിന് പോകാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് ഷൗക്കത്തിന് പോയില്ല എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിലുള്ള മറുപടി എന്താ അറിയോ? എവിടെ ഷൗക്കത്ത് പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നാണ്. അതാണ് മനസ്സിലായത്. 76,000 വോട്ട് സ്വന്തമായി പിടിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി അവിടുത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന VV പ്രകാശിന്റെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് എവിടെയൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥി പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്ന് പറഞ്ഞു. 2016 ശേഷം ആ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സെയിം സ്ഥാനാർത്ഥി UDF വേണ്ടി മത്സരിക്കുകയും LDF വേണ്ടി PV അൻവർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി മത്സരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ എന്ത് മാറ്റം ആ മണ്ഡലത്തിൽ വന്നു എന്നുള്ളതാണ്. 2016 ശേഷം ആ മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയാം. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരുന്ന ആരെന്നറിയോ? കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആകെ എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത്? 4 സീറ്റ് മാത്രമേ LDFിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് 22 സീറ്റായിട്ട് ഇപ്പോൾ കൂട്ടി. ആര് കൂട്ടി? LDF കൂട്ടി. ഏറ്റാണ് അത് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്താണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സീറ്റിൽ നിന്നുള്ള ഈ 22 വോട്ട് ഏകദേശം 40,000 വരുന്ന വോട്ടിൽ നിന്നും അതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കുത്തക സ്ഥലമാണ്. ആ കോൺഗ്രസിൻ്റെ കുത്തക സ്ഥലത്ത് നിന്നും 22 വാർഡ് മെമ്പർമാരെ ഈ പറഞ്ഞ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി. ആ 22 മെമ്പർമാർ ആരാ? LDFിൻ്റെ ആണ്. LDFിൻ്റെ ഓരോ വീടുകളിൽ ദൈനംദിനം വർക്ക് നടത്തുന്ന ആൾക്കാരാണ് ഈ വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. ആ 22 പേര് ആരാണ്? ആ 22 പേര് LDFിൻ്റെ ഭാഗമാണ്. അവിടുന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് ആര്യാടൻ മുഹമ്മദിന് കിട്ടിയോലും എന്താണ് ഈ പറയുന്ന നമ്മുടെ VV പ്രകാശിന് കിട്ടിയതുപോലെ മുഴുവൻ വോട്ട് കുത്തക അടച്ചങ്ങൾ വരുന്ന വിചാരിക്കേണ്ട. കാരണം എന്താണ്? 2020 അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. 2016 ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് അതിന് ശേഷം മത്സരിച്ചിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അത്ര വോട്ട് കിട്ടുന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം പോത്തുകൽ പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് ആരുടെ പഞ്ചായത്താണ്? VS ജോയിൻ്റെ പഞ്ചായത്താണ്. VS ജോയി പഞ്ചായത്തിൽ കഴിഞ്ഞ 5-6 മാസമായി പണിയെടുക്കുന്നത് VS ജോയി മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. VS ജോയിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ പഞ്ചായത്ത് മുഴുവൻ പഠിച്ചിട്ട്, പ്രത്യേകിച്ച് പോത്തുകൽ പഞ്ചായത്ത്. ആ പോത്തുകൽ പഞ്ചായത്തിൻ്റെ അകത്ത് ഞാൻ വിചാരിക്കുന്നില്ല VS ജോയി ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്ത് എനിക്ക് വോട്ട് ചെയ്യണം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് VS ജോയിനെ മാറ്റി നിർത്തിയിട്ട് ആര്യാടൻ മുഹമ്മദിനെ അവിടെ കൊണ്ടു നിർത്തിയാൽ ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എന്താണോ അവിടെ വിഘടനം ഉണ്ടായത് അത്രയും വോട്ട് ആര്യാടൻ ഷൗക്കത്ത് വരില്ല എന്നുള്ള കാര്യമാണ് ഞാൻ രണ്ടാമത്തെ കാര്യം വിചാരിക്കുന്നത്.